നിങ്ങളുടെ മനസ്സിലെ വേദനകൾ മറ്റാരോടെങ്കിലും പങ്കുവെക്കുകയാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊരു തരത്തിൽ നോക്കിയാൽ ശരിയുമാണ്. എന്നാൽ നിങ്ങൾ അത്തരത്തിൽ പങ്കുവെച്ച എത്ര കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ മറ്റുള്ളവർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി ഒന്ന് നോക്കുക. സുഹൃത്തെ, ഈ ലോകം മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ തനിക്ക് നേട്ടമുണ്ടാക്കാം എന്ന് കരുതുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. അവർ വിലമതിക്കുന്നത് ശക്തരായ ആളുകളെ മാത്രമാണ്. മനസ്സ് വിഷമിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കാൻ അവരുടെ കയ്യിൽ സമയമില്ല. എന്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന പലരും നിങ്ങൾ വേദനിക്കുമ്പോൾ കൂടെ ഉണ്ടാകണമെന്നില്ല. ഒരു പ്രശ്നവുമായി നിങ്ങൾ അവരെ സമീപിക്കുമ്പോൾ അവർ മധുരമായി ഇങ്ങനെ പറയും: നിന്നെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ എന്തു ചെയ്യാനാ, എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ട ഒരാൾ ആശുപത്രിയിലാണ്, അല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഉറപ്പായും സഹായിച്ചേനെ എന്ന്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, ഇവരെന്നേക്കാൾ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് ഇവരെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട എന്ന്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആ വ്യക്തിക്ക് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ കണ്ടെത്തുന്ന ഒഴിവ് കഴിവുകളാകും അതെല്ലാം. സുഹൃത്തെ, നിങ്ങളുടേതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആരും നിങ്ങളുടേതല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തിയാകും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തരുന്നതും. ഒരുപക്ഷെ നിങ്ങൾക്കത് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലായിരിക്കാം, പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും എന്നുറപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്ന വ്യക്തി ഒരു ഫോർമാലിറ്റിക്കെന്നോണം അത് കേട്ട് നിൽക്കുന്നുണ്ടാകും. നിങ്ങളോട് നല്ല വാക്കുകൾ പറയുന്നുണ്ടാകും, പക്ഷേ അവരത് സീരിയസ് ആയി എടുക്കില്ല. സുഹൃത്തെ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവരോട് പോയി പറയുന്നത്? എന്തിനാണ് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കെഞ്ചുന്നത്? അവരുടെ സഹതാപം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതിയാണോ? അവർ മുന്നിട്ടിറങ്ങി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുമെന്ന് കരുതിയാണോ? അതോ അവർ നിങ്ങളുടെ കണ്ണീരൊപ്പുമെന്ന് ആശിച്ചിട്ടാണോ? അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ധാരാളമാണ്. നിങ്ങൾക്കാരുടെയും സഹതാപം ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെയാണ്. നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ വേദനകൾ മറ്റുള്ളവരോട് പോയി പറയേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങളുടെ വേദന മറ്റുള്ളവരുമായി ഷെയർ ചെയ്താൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം എന്താണെന്നോ, ഈ ലോകത്ത് നിങ്ങളെ ശക്തിശാലിയാക്കുവാൻ പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി അനുഭവിച്ച ഈ വേദനകളാണ്. ഈ വേദനകൾ നൽകിയ പാഠത്തെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചാൽ അത് നിങ്ങളുടെ ഒരു ശക്തിയായി മാറും. പരിധിയില്ലാത്ത ശക്തി. ഈ ശക്തിയുള്ളവരെ ലോകത്തൊരു വ്യക്തിക്കും തകർക്കുവാനാകില്ല. വേദനകളോട് പൊരുതി ജയിക്കുക എന്നത് കാലക്രമേണ നിങ്ങൾക്കൊരു ഹരമായി മാറും. നിരവധി പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങളുടെ മുഖത്ത് പ്രകടമാകുന്ന പുഞ്ചിരി മറ്റാളുകൾക്കൊരു അത്ഭുതമായി മാറും. അവർ നിങ്ങളെ ദൂരെ നിന്ന് വീക്ഷിക്കും. എങ്ങനെ ഇവർക്ക് ഇത്രയും സന്തോഷവാന്മാരായിരിക്കാൻ സാധിക്കുന്നെന്ന്. നിങ്ങളെപ്പോലെയായി തീരാൻ അവർ കൊതിക്കും. സുഹൃത്തെ, പുതിയൊരു പ്രശ്നം നിങ്ങൾ നേരിടാൻ ആരംഭിക്കുമ്പോൾ അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റും ജന്മമെടുക്കുന്നുണ്ട്. ആ പ്രശ്നത്തെ നിങ്ങൾ ധൈര്യത്തോടെ നേരിട്ട് വിജയിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ കൊടുങ്കാറ്റും വളർന്ന് ശക്തമാകുവാൻ തുടങ്ങും. ആ കൊടുങ്കാറ്റിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു പ്രശ്നങ്ങളെയും തകർത്തെറിഞ്ഞ് നിങ്ങളുടെ കാൽ ചുവട്ടിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസത്തിന്റെ ആ കൊടുങ്കാറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന പ്രശ്നങ്ങളാകുന്ന കാറ്റുകൾക്ക് നിങ്ങളെ ഒന്ന് തൊടുവാൻ പോലും സാധിക്കില്ല. കാരണം സാധാരണ കാറ്റുകളേക്കാൾ എത്രയോ ശക്തനാണ് കൊടുങ്കാറ്റ്. മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ കരഞ്ഞു തീർക്കുന്നതിനേക്കാൾ നല്ലത് ആ വേദനയെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തിയാക്കി കൊടുങ്കാറ്റാക്കി മാറ്റി പരിപാലിക്കുന്നതാണ്. ആ കൊടുങ്കാറ്റിന് ഈ ലോകത്തെ തന്നെ വിറപ്പിക്കുവാനുള്ള ശക്തിയുണ്ടാകും. നിങ്ങളുടെ വേദനകൾ മറ്റുള്ളവരോട് പറയാതിരിക്കൂ. ഇനി അഥവാ പറഞ്ഞാലും അവർ വേറെ ആളുകളോട് അത് പോയി പറയുമെന്നല്ലാതെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ അവർ മുന്നിട്ടിറങ്ങുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നിങ്ങളുടെ വേദനകൾ പലരോടും പറഞ്ഞ് അവർ ആസ്വദിച്ചേക്കും. ഈ വേദനകളിൽ നിന്നും പഠിച്ച പാഠം നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ അത് നിങ്ങളുടെ വജ്രായുധം മറ്റൊരാൾക്ക് അഭ്യസിക്കുവാൻ കൊടുക്കുന്നത് പോലെയാണ്. പിന്നീട് നിങ്ങൾക്കതിൻ്റെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനായെന്ന് വരില്ല. നിങ്ങൾ അനുഭവിച്ച വേദനകൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ അഭാവത്തിൽ ചർച്ച ചെയ്ത് രസിക്കുവാനുള്ള ഒരു സംഭവമാക്കി മാറ്റാതിരിക്കുക. നിങ്ങളുടെ വേദനകൾ
മറ്റുള്ളവരോട് പറയാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയെങ്കിലും ശക്തനായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ അനുഭവിച്ച വേദനകൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ധാരാളം വേദനകൾ ഉണ്ടാകാം. മറ്റുള്ളവർ നൽകിയ വേദനയുണ്ടാകാം, നിങ്ങളായിട്ട് വരുത്തിവെച്ച വേദനകൾ ഉണ്ടാകാം. പക്ഷെ ഈ വേദനകളിൽപ്പെട്ട് ജീവിതം കരഞ്ഞു തീർക്കാതെ അതിൽ നിന്നും ലഭിക്കുന്ന പാഠത്തെ തൻ്റെ ശക്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടത്. പറയുന്നത്ര എളുപ്പമാകില്ല നിങ്ങൾക്കത് എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ സുഹൃത്തെ, നിങ്ങളുടെ മുന്നിൽ മറ്റെന്ത് പോംവഴിയാണുള്ളത്? നിങ്ങൾ ഈ വിഷമകരമായ ഘട്ടത്തിൽ നിന്നും പുറത്തു വരേണ്ടത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കേണ്ടതും മറ്റാരേക്കാൾ നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. നിങ്ങൾ കടന്നുപോയ കഠിനമായ സാഹചര്യമാകും നിങ്ങൾക്ക് വിലപ്പെട്ട ഈ ഒരു പാഠം പഠിപ്പിക്കുന്നത്. അതായത്, നിങ്ങൾ ഏകനാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും നിങ്ങൾ ഒറ്റയ്ക്കാണ്. മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നാൽ അങ്ങനെ ഇരുന്നു പോകുകയേയുള്ളൂ. നിങ്ങളെക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനമുണ്ടെന്ന് തോന്നുന്നിടത്തോളം അവർ നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടാകും. എന്നാൽ നിങ്ങളുടെ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കണമെന്ന ആഗ്രഹം എത്രമാത്രം ആത്മാർത്ഥമായി അവരുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനി നിങ്ങളെക്കൊണ്ട് അവർക്കൊരു ഉപകാരവുമില്ലെന്ന് അവർ മനസ്സിലാക്കിയാൽ നിങ്ങൾ പറയുന്നത് ക്ഷമയോടെ കേട്ടിരിക്കാനുള്ള മനസ്സ് പോലും അവർ കാണിച്ചെന്ന് വരില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത്ര സുഖം തോന്നിയെന്ന് വരില്ല. പക്ഷേ സുഹൃത്തെ, ഇതാണ് വാസ്തവം. സ്വന്തം വേദനകൾ മറ്റുള്ളവരോട് പോയി പങ്കുവെക്കാതിരിക്കുക. അഥവാ നിങ്ങൾക്കത് ആരെയെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം എന്ന ആഗ്രഹം വന്നാൽ സ്വയം മനസ്സിലാക്കി കൊടുക്കുക. കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളെ ചതിക്കില്ല എന്നുറപ്പാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴാകും നിങ്ങൾ തിരിച്ചറിയുന്നത് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന്. സ്വന്തം വേദനകൾ മറ്റുള്ളവരോട് പോയി പറയാതിരിക്കുക. കാരണം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നാളെ ഏതൊരു പരിതസ്ഥിതിയെയും മറികടക്കുന്നതിനുള്ള ശക്തി നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആ വേദനയെ മാനേജ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ആ വേദന നൽകിയ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിഷമത്തോടെ വിവരിക്കുമ്പോൾ നിങ്ങൾ തന്റെ പ്രശ്നങ്ങൾ, ആ വേദനകൾ നിങ്ങളെ എത്രമാത്രം ശക്തിശാലിയാക്കി തീർത്തു എന്നതിലായിരിക്കണം ചിന്ത. നിങ്ങളുടെ വേദനകൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പൊരുതി വിജയിച്ചവരുടെ ലിസ്റ്റിൽ നിങ്ങളുടെയും പേരുണ്ടാകും, അതുറപ്പാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.